സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയികൾക്കുള്ള കിരീടം സമ്മാനിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവർണറാണ് ഈ കിരീടം സമ്മാനിക്കുന്നത്. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരിയാണ് ചാമ്പ്യന്മാർ. അവർ കിരീടം നിലനിർത്തിയിരിക്കുന്നു. ഒപ്പം മലപ്പുറത്തിന് അത്ലറ്റിക്സിൽ അവർ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഗവർണർ സംസാരിക്കുമ്പോൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒളിമ്പിക്സ് മാതൃകയിൽ 2ാം തവണയും കായികമേള വിജയകരമായി തന്നെ നടത്തി. ഒപ്പം പാവപ്പെട്ട കുട്ടികൾക്ക് വീട് നൽകാനുള്ള സർക്കാർ ശ്രമമൊക്കെ അഭിനന്ദനാർഹമാണ് എന്ന് പറയുകയായിരുന്നു ഗവർണർ. ഈ സംസ്ഥാനത്തിന്റെ ഗവർണറായിരിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ട് എന്നുകൂടി ഗവർണർ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വിവിധ കാറ്റഗറികളിൽ വിവിധ വിഭാഗങ്ങളിൽ സമ്മാനം നേടിയവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ് ഗവർണർ. അറുപത്തിയേഴാമത് കായികമേള എഡിഷന് സമാപനമായിരിക്കുന്നു. അടുത്ത മേള നടക്കാൻ പോകുന്നത് കണ്ണൂരിലാണ്. ഇത്തവണ ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇൻക്ലൂസീവ് വിഭാഗത്തെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടൊക്കെയുള്ള മേളയായിരുന്നു. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായുണ്ട്. അനിൽ, നമ്മൾ ഗവർണർ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. ഒളിമ്പിക്സ് മാതൃകയിൽ 2ാം തവണയും തുടർച്ചയായി തന്നെ വിജയകരമായി മേള നടത്തി. അതിനൊക്കെ അഭിനന്ദനം നൽകുന്നു. ഇപ്പോൾ സമ്മാനദാനം നടക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കുട്ടികളെല്ലാം ചേർത്തുകൊണ്ട് അവരുടെ ഒരു ഗെയിംസ് ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു കുടക്കീഴിൽ ഗെയിംസും അത്ലറ്റിക്സും അക്വാട്ടിക്സും എല്ലാം നടത്തുന്നത് ലോകത്ത് തന്നെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അപ്പോഴാണ് കേരളം എന്ന എല്ലാ കാലത്തും മാതൃകയായിട്ടുള്ള കേരളം 2ാം തവണ കൂടി ഈ ഒരു മീറ്റ് വളരെ സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടുവരുന്നത്. ആദ്യം കൊച്ചിയിലും ഇപ്പോൾ തിരുവനന്തപുരത്തും ഏറ്റവും ഭംഗിയായി തന്നെ മേള സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒട്ടും തന്നെ എളുപ്പമല്ല. 25,000-ഓളം കുട്ടികളും ഇൻക്ലൂസീവ് വിഭാഗത്തിൽ വേറെ കുട്ടികളും ഒക്കെ അടക്കം 1,000-ഓളം കുട്ടികൾ 2,000-ഓളം കുട്ടികളടക്കം അങ്ങനെ വലിയൊരു മേളയാണ്. വലിയ തയ്യാറെടുപ്പൊക്കെ തന്നെ ആവശ്യമായിരുന്നു. അങ്ങനെ 21-ൽ തുടങ്ങിയ ആ മേളയ്ക്കൊടുവിൽ ഇപ്പോൾ കൊടിയിറങ്ങുന്നു. സമ്മാനദാന ചടങ്ങാണ് വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കുന്നത് എല്ലാവരും ആ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങുന്നത് കാണാൻ തന്നെയാണ്. തുടക്കം മുതൽ തിരുവനന്തപുരത്തിന് യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉണ്ടായിരുന്നില്ല. ഗെയിംസിലെയും അക്വാട്ടിക്സിലെയും അവരുടെ ഒരു അപ്രമാദിത്വം അത് ആദ്യ ദിനം മുതൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ തന്നെ 600-ലകപ്പുറത്തേക്ക് പോയിന്റ് പോയതോടുകൂടി തിരുവനന്തപുരത്തെ വെല്ലാൻ ആരും തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. പക്ഷേ എല്ലാവരുടെയും കണ്ണുകൾ ഉണ്ടായിരുന്നത് അത്ലറ്റിക്സിലേക്കായിരുന്നു. എല്ലാ കാലങ്ങളിലും അത് തന്നെയാണ് ഉണ്ടാവുക. ഇത്തവണ പതിവ് പോലെ മലപ്പുറവും പാലക്കാടുമാണ് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ മലപ്പുറം, കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ മലപ്പുറം ഒരിക്കൽ കൂടി കിരീടം നേടുന്നത് കണ്ടു. ഇന്ന് രാവിലെ വരെ സസ്പെൻസ് ആയിരുന്നു ആരായിരിക്കും ഈ കിരീടം നേടുക എന്നുള്ളത്. മലപ്പുറം വലിയ രീതിയിൽ 2 ഇവന്റുകളിൽ 400 മീറ്റർ വലിയ തിരിച്ചടി നേരിട്ടെങ്കിൽ പിന്നീട് റിലേക്ക് വന്നപ്പോൾ അതിഗംഭീരമായി പെർഫോം ചെയ്ത് തിരിച്ചു വന്ന അവർ ഒരു വലിയ ലീഡോടുകൂടി തന്നെ 247 പോയിന്റ് പോയിട്ടോടുകൂടി അങ്ങനെ അത്ലറ്റിക്സ് കിരീടം സ്വന്തമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വിവിധ കാറ്റഗറികളിലുള്ളവർക്ക് പുരസ്കാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിംസ് വിഭാഗത്തിലെ ജില്ലാ അത്ലറ്റിക്സ് വിഭാഗത്തിലേക്കുള്ളത്. ഇപ്പോൾ മലപ്പുറം ടീം അവർ അവരുടെ കിരീടം ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഗെയിംസ് വിഭാഗത്തിലുള്ളവർക്കുള്ള പുരസ്കാരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിന്റെ സ്കൂൾ വിഭാഗത്തിൽ ഇത് ദൃശ്യങ്ങൾ കാണുന്നത് ഐഡിയൽ സ്കൂളാണ്. അവരാണ് തുടർച്ചയായ 4ാം തവണയാണ് ഐഡിയൽ അത്ലറ്റിക് സ്കൂളുകളിൽ സ്വർണം നേടുന്നത്. ഇത്തവണ അവർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ പോയിന്റ് കുറവാണെങ്കിൽ പോലും ഒട്ടും എളുപ്പമല്ല 4 തവണ പുരസ്കാരം നേടുക എന്നുള്ളത്. ഹാട്രിക് തന്നെ കൊച്ചിയിൽ തികച്ച ഇവർ ഇത്തവണ വലിയൊരു സംഘവുമായാണ് എത്തിയത്. അങ്ങനെ 78 പോയിന്റുമായിട്ടാണ് ഇത്തവണ എത്തിയത്. അവർക്ക് പ്രതീക്ഷിച്ച തുടക്കം കിട്ടിയില്ലെങ്കിൽ പോലും അവസാന ദിവസങ്ങളിൽ ത്രോ ഇനങ്ങളിലും ഒപ്പം തന്നെ സ്പ്രിംഗ് ഇനങ്ങളിലും കത്തിക്കയറി വരികയും ഒടുവിൽ 78 പോയിന്റുമായി കിരീടം നേടുന്ന കാഴ്ചയും കണ്ടു. 2ാമത് വന്നത് വടവന്നൂർ സ്കൂളാണ്, പാലക്കാട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ വടവന്നൂർ സ്കൂളിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത്തവണത്തെ വളരെ ഒരു കറുത്ത കുതിരകൾ എന്ന് വേണമെങ്കിൽ വടവന്നൂരിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. വടവന്നൂർ കയറി വന്ന 2ാം സ്ഥാനത്തേക്ക് അതും നാവാമുകുന്ദ പോലുള്ള വലിയ സ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് ഒറ്റ പോയിന്റിന്, അതായത് വടവന്നൂരിന് 58 പോയിന്റും നാവാമുകുന്ദയ്ക്ക് 57 പോയിന്റുമാണ് ഉണ്ടത്. അങ്ങനെയാണ് ഇത്തവണ വടവന്നൂർ അത്ലറ്റിക് സ്കൂളുകളിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. എന്തായാലും മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അനുജ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേളയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരം തന്നെയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ മാറ്റി നിർത്തുകയല്ല, അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരുപക്ഷെ സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ നടത്തുന്ന ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ദിവസമായി നടന്ന പോരാട്ടങ്ങൾ. ആദ്യ ദിനം തന്നെ ഇൻക്ലൂസീവ് വിഭാഗത്തെ ഉൾപ്പെടുത്തിയുള്ള മത്സരങ്ങൾ അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കായികമേളയ്ക്ക് സമാപനമാകുമ്പോൾ വിവിധ വിഭാഗങ്ങളിൽ വിജയികളായവർ
സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഗവർണറാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ്, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള സ്കൂൾ കായികമേള 67ാമത് എഡിഷന് സമാപനമായിരിക്കുന്നു. അടുത്ത മേള നടക്കാൻ പോകുന്നത് കണ്ണൂരിലാണ്. ഇത്തവണ ഓവറോൾ കിരീടം തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരാകുന്നു. സ്കൂളുകളുടെ വിഭാഗത്തിൽ ഐഡിയൽ കടകശ്ശേരി തുടർച്ചയായ 4ാം തവണയും ചാമ്പ്യൻ പട്ടം നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ അവർക്ക് പോയിന്റ് കുറവാണ് കഴിഞ്ഞ തവണത്തെക്കാളും. പക്ഷേ അവർ തന്നെ ചാമ്പ്യന്മാരായി മാറുന്നു സ്കൂളുകളുടെ വിഭാഗത്തിൽ എന്നുള്ളതാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള പുതുമകൾ നിറഞ്ഞ ഒരു കായികമേളയ്ക്കാണ് ഇത്തവണ സമാപനമാകുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ 2ാം തവണയാണ് സ്കൂൾ കായികമേള നടപ്പിലാക്കുന്നത്. അതിനാണ് അല്പസമയം മുൻപ് ഗവർണർ അഭിനന്ദിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയായിരുന്നു ഗവർണർ. ഒപ്പം ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നുകൂടി ഗവർണർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.